വാർത്തകളിലേക്ക് വിശദമായി. സപ്ലൈകോയെ തകർക്കാൻ ശ്രമമെന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ. കേന്ദ്ര നിലപാടുകൾ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് GR അനിൽ പറഞ്ഞു. UDF ഉണ്ടാക്കിയ ബാധ്യതയാണ് ഇപ്പോഴും തുടരുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മന്ത്രിയുടെ മറുപടി. വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. സർക്കാർ സപ്ലൈകോയ്ക്ക് ദയാവധമൊരുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അത് നിങ്ങൾ തുടങ്ങിയതാണ് ആ വിൽപ്പന. ആ തുടങ്ങിയത് BJP ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നോ ഇന്നലെയോ സപ്ലൈക്കൊക്കെ ഉണ്ടായ ബാധ്യതയല്ല, നിങ്ങളുടെ കാലത്തെ ബാധ്യതയെ സംബന്ധിച്ച് നിങ്ങൾ മറന്നു പോവുകയാണ്. സർ, 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ആ മന്ത്രി അടക്കം ഇരിപ്പുണ്ടപ്പുറത്ത് 347 കോടി രൂപയാണ്. ഇതെല്ലാം ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ കൃത്യമായ കണക്ക് നിയമസഭയിൽ വച്ചിട്ടുള്ളതാണ്. 347 കോടി രൂപയുടെ ബാധ്യത സപ്ലൈകോയ്ക്ക് അന്ന് വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുകയുണ്ടായി. വിവരവുമായി കമലേഷ് നിയമസഭയിൽ നിന്ന് ചേരുന്നു. കമലേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിച്ചിരുന്നത്? മന്ത്രിയുടെ വിശദീകരണം എങ്ങനെയായിരുന്നു? പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ. ലിതീഷ്, ഷാഫി പറമ്പിലാണ് ഈ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയത്. ഈ വളരെ ഗുരുതരമായ വിമർശനങ്ങൾ ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിഹാസ രൂപേണ തന്നെ, അതായത് സംസ്ഥാന സർക്കാരിനെ അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പിനെ ആകെ ആക്ഷേപിക്കുന്ന നിലയിൽ, അതായത് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഷാഫി പറമ്പിൽ നൽകിയത്. 13 അവശ്യ സാധനങ്ങൾ മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിൽ സാധനങ്ങൾ ഇല്ല എന്ന് നേരത്തെ ഞങ്ങൾ ഇത് എഴുതി കൊടുക്കുന്നത്, പല ഘട്ടങ്ങളിലായി സാധനങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾ എഴുതി കൊടുക്കുന്നത് ഞങ്ങളുടെ കൈയക്ഷരം നന്നാവാനല്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയത്. അതോടൊപ്പം തന്നെ സപ്ലൈകോ നശിച്ചു പോകണമെന്ന് പ്രതിപക്ഷത്തിന് യാതൊരു ആഗ്രഹവുമില്ല. ആളുകൾക്ക് ഇതിന്റെ ഗുണം കൃത്യമായി ലഭിക്കണം. ഇതെല്ലാം അടച്ചുപൂട്ടുന്ന നിലയാണ്. 2-3 സാധനങ്ങൾ മാത്രമാണ് സപ്ലൈകോയിൽ ലഭിക്കുന്നത്. അതായത് വില കുറച്ച് നൽകുന്നു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ആ സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാവേലി സ്റ്റോറുകളിൽ നിന്ന് പോയ ആളുകളൊക്കെ വെറും കൈയോടെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. മാവേലിയെ പറയിപ്പിക്കുകയാണ് സർക്കാർ. അതായത് മാവേലിയുടെ പേര് കളങ്കപ്പെടുത്തുന്ന നിലയിലുള്ള ഇടപെടലാണ്. ഈ മാവേലി സ്റ്റോറുകൾക്ക് പകരം വെച്ച് എന്തെങ്കിലും ഒരു പേര് ഈ മാവേലി സ്റ്റോറുകൾക്ക് നൽകുന്നതായിരിക്കും ഉചിതം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ ഈ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിക്കൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം ഇതിന് മറുപടി എന്നുള്ള നിലയിൽ മന്ത്രി GR അനിൽ സംസാരിച്ചു തുടങ്ങിയത് ഷാഫി 12 മിനിറ്റ് സംസാരിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഒരക്ഷരം കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെയുള്ള ചിലർ തന്നെ പ്രധാനമന്ത്രിയോടൊത്ത് ഊണ് കഴിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ നിലയിലുള്ള അന്തർധാരയാണ് ഇപ്പോൾ UDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസും കേന്ദ്രം ഭരിക്കുന്ന BJP-യും ഒക്കെയായി ഉള്ളത് എന്ന ഒരു വിമർശനമാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഈ ബാധ്യത, അതായത് സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ ബാധ്യത എന്ന് പറയുന്നത് UDF ഉണ്ടാക്കിയ ബാധ്യതയാണ്. UDF-ന്റെ കാലത്തെ 347 കോടി രൂപയുടെ ബാധ്യതയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ മാവേലി സ്റ്റോറുകളെ വാമന സ്റ്റോറുകളാക്കുന്ന ഒരു നിലപാടാണ്, അതെല്ലാം അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത്തരം കഥകളൊന്നും കൂടുതൽ തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന ഒരു കാര്യം അദ്ദേഹം പ്രസംഗമധ്യേ മറുപടി നൽകുന്നതിനിടെ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം ഈ കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾ സംസ്ഥാനത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. പക്ഷേ അത് ഒരു വിഷയമായി UDF ഉയർത്തിക്കാട്ടുന്നതേയില്ല, പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നതേയില്ല എന്നുള്ളതാണ്. 1000 കോടി രൂപയാണ് നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്രം നൽകാനുള്ളത്. ഇതെല്ലാം വലിയ തരത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് മന്ത്രി ഇതിന് മറുപടി നൽകി. ഈ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയ ഘട്ടത്തിലും, അതായത് വോക്കൌട്ട് പ്രസംഗത്തിലും വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഭക്ഷ്യവകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഉയർത്തി. ഈ LDF സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഈ സപ്ലൈകോയിലെ ഭക്ഷ്യ വസ്തുക്കൾക്ക് യാതൊരു തരത്തിലും വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളത്. അത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്, അത് പ്രതിപക്ഷവും അംഗീകരിക്കുന്നു. പക്ഷേ ആ ഭക്ഷ്യവസ്തുക്കൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല, അതിനുള്ള ഫണ്ട് കൊടുക്കുന്നില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം 0, അതായത് 1 രൂപ പോലും സപ്ലൈകോയ്ക്ക് ആ ഇനത്തിൽ ഒരു സഹായധനം എന്നുള്ള നിലയിൽ നൽകിയിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചു. അതിൽ ഈ UDF കാലത്ത് ഒരു മാവേലി സ്റ്റോറുകൾ പോലും പൂട്ടിയിട്ടില്ല. പകരം അനൂപ് ജേക്കബ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ പുതിയ
സപ്ലൈകോ യൂണിറ്റുകളും അവലി സ്റ്റോറുകളും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ സപ്ലൈകോയ്ക്ക് 3000 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇത്തരത്തിലുള്ള ബാധ്യത ഉണ്ടായിട്ടുണ്ടോ? കുത്തക കമ്പനികൾക്ക് കടന്നു വരാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്. ഈ സപ്ലൈകോയ്ക്ക് ദയാവധം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നിങ്ങനെയുള്ള ഗുരുതരമായ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിലും നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ അതായത് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഈ പ്രസംഗത്തിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പോവുകയായിരുന്നു. ലിബീഷ്.